Let us turn to 2 Timothy, chapter 4, verses 1 and 2. തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യം ഞാൻ വായിക്കാം. 2 Timothy chapter 4 verses 1 and 2. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. I solemnly charge you in the presence of God and of Jesus Christ, who is to judge the living and the dead, and by his appearing and his kingdom preach the word. Be ready in season and out of season. ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടെ പറയാം. ആരെങ്കിലും if anybody here who do not know Malayalam, you can just text me so I can say more things in English. I'm hoping that all can follow Malayalam. Okay. Otherwise, you can text me. I can manage both languages. Okay. Yeah. Our topic is reasons and result or benefit. Reasons and result of preaching the word in the local church. Reasons and result of preaching the word in the local church. I hope you all are very familiar with the words which I read, verses 1 and 2. There is a very explicit command. വളരെ ഡിറക്റ്റ് ആയിട്ട് പോള് തിമത്തിയോട് പറയുകയാണ്, preach the word and be ready in season and out of season. Very straightforward command. Let me start in this way. Preaching the word is not a culturally mandate. It is the heavenly command of God. ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു കൾച്ചറിന്റെ ഭാഗമല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇവിടുത്തെ ആ കമാൻഡ്, ഞാൻ അതിലേക്ക് വരാം. നമ്മള് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് കമാൻഡാണ്. Paul is explaining certain things before that, and he is explaining some more things after he said this commandment. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നടുക്ക് എന്താ പറയാ, തന്റെ Paul's whole ministry defines in one word: preach the word. എന്നെ കേൾക്കുന്ന ഇതിനകത്ത് ദൈവമക്കൾ എല്ലാവരും തന്നെ ഒരു ബൈബിൾ സെന്റേർഡ് ആയിട്ട് ജീവിക്കണം, കർത്താവിനെ പറ്റി പറയണം, സുവിശേഷം പ്രസംഗിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ ഒരു കൽപ്പന അനുസരിക്കുന്നുണ്ട്? നമ്മൾ എത്രമാത്രം preach the word? Very straightforward heavenly command to every leaders, every elders, every pastors in the church. Very straightforward command. When we read 1 Timothy and Titus, there we can find the qualification of an elder. Paul is explaining to Timothy and Titus what are the qualifications of the elders.
ഈ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന ഈ പെന്റക്കോസ്റ്റൽ ചർച്ചിലാണ് പാസ്റ്റർ, ബ്രദറുകാർക്കാണ് എൽഡേഴ്സ് ഉള്ളത്. അങ്ങനല്ല. ബൈബിൾ പറയുന്നത് എൽഡർ എന്ന് പറഞ്ഞാലും, വെദർ ഇറ്റ് ഈസ് എൽഡർ, പാസ്റ്റർ, ബിഷപ്പ്, പ്രസ്പിറ്ററോസ്, all are same kind. They all are doing the same ministry of the Lord. അവരെ ചില ഓർഗനൈസേഷൻ ബിഷപ്പ് എന്ന് വിളിക്കുന്നു, ചില ഓർഗനൈസേഷൻ പാസ്റ്റർ എന്ന് വിളിക്കുന്നു, ചിലര് എൽഡർ എന്ന് വിളിക്കുന്നു. ബട്ട് സെയിം പേഴ്സൺ, മറന്നു പോകരുത്. ഇന്ന് ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാണ് എടുക്കുന്നത്. എൻ്റെ ഹൃദയത്തിന്റെ ദിസ് ഈസ് ദ പാഷൻ ഓഫ് മൈ ഹാർട്ട്. കാരണം നമ്മൾ we are claiming that we Pentecostals are so close to the Bible, but in reality most of our preachers are far away from the holy scripture of divine divine വേർഡിൽ നിന്ന് നമ്മൾ we are far away from holy scripture. നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഇല്ല. വി ഹാവ് നോ ഹെർമനോട്ടിക്കൽ പ്രിൻസിപ്പിൾ. നമ്മുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ നമ്മൾ പറയുന്നത് ആത്മാവ് പറഞ്ഞെന്നാ പറയുന്നത്. ഐ ഡോണ്ട് നോ. ഞാൻ ആ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്തകളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആത്മാവ് പറയും. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ബൈബിൾ ഈസ് സഫിഷ്യന്റ്, റൈറ്റ്? അങ്ങനല്ലേ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്? ജീവനും ഭക്തിക്ക് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ godliness and eternal life. It is able to teach. There are many verses. കർത്താവ് ലാസറിന്റെ നനവാന്റെ ആ സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. വാട്ട് ഇസ് ദ മീനിങ്? സ്ക്രിപ്ചർ ഈസ് സഫിഷ്യന്റ് ടു ഗെറ്റ് സേവ്ഡ്. ദാറ്റ് ഇസ് ദ മീനിങ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വേണം നമുക്ക് ഈ വാക്യത്തിലേക്ക് പോകാൻ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റേഴ്സിന്റെ എൽഡേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആണ് First Timothy and Titusൽ. We can see many verses, but I will show you one particular thing. Can you turn with me to 1 Timothy chapter 3 verse 2? 1 Timothy chapter 3 verse 2. The last part of 1 Timothy chapter 3 verse 2. Able to teach. Did you see that word? Able to teach. ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. Able to teach. Meaning, നമ്മളിവിടെ വായിക്കുന്നത് the list of qualification for those who pastors and those who are preach and those who lead the church, those who teach in the church. Their qualification ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. But only one of them has anything to do with function. ഇവിടെ പറയുന്ന ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. Only one of them anything to do with function, except everything is talking about the conduct or the character of the minister. അവിടെ ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യവും ആ ശുശ്രൂഷകന്റെ അല്ലെങ്കിൽ സഭയിൽ നമ്മളെ പോലെ ആത്മഭാരമുള്ള ആളുകളുടെ ക്വാളിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഓൺലി വൺ ഫങ്ഷൻ. എന്നാ ആ ഫങ്ഷൻ? preach the word. നിങ്ങൾ കണ്ടോ? able to teach. ഈ ഒരു കാര്യമാണ് വെരി സ്പെഷ്യലായിട്ട് സഭയിൽ ഉണ്ടാകേണ്ടത്. able to teach. കാരണം ബാക്കി എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷേ സുവിശേഷ വേലയിൽ നിൽക്കുന്ന കർത്താവിന്റെ വേലയെ പറ്റി കാഴ്ചപ്പാടുള്ള നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് he is able to teach. One able to teach എന്നുള്ളത് we can translate in he is able to preach. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗ്രീക്ക് വേർഡ് used there didaktikos. Able to preach, able to teach. That is the meaning. ഇനി നമുക്ക് 2 തിമോത്തിയിലേക്ക് വരാം. chapter 4. When we read verse 2, there we can see the time of preaching, and when we read rest of the part, we can see the tone of authority.
There we can see the time of preaching and tone of authority. I will show you the time and tone. Very easily we can understand. What is the time? Season and out of season. What is the meaning? All day, every day. That is the meaning. All day, every day. When it is convenient and inconvenient. When it is welcomed and when it is not welcomed. When people want to hear and when it is when the people do not want to hear. That is the meaning. Young man Timothy, you are under an apostolic authority to reach the word in season and out of season. Simple ആയിട്ട് പറഞ്ഞാല് അവിടെ പറഞ്ഞേക്കുന്ന ആ ടൈം എന്നുള്ളത് എന്നാന്നറിയാമോ? Preach the word all the time. That is the meaning. Preach the word all the time. Then preach the word all the time. That is the time of preaching. Second, look at the tone, T-O-N-E, tone of preaching. Did you see 3 words there? Reproof, rebuke, and exhort. 3 വാക്ക് അവിടെ കണ്ടോ? നീ ഉപദേശിക്കണം, ശാസിക്കണം, തർജ്ജനം ചെയ്യണം. Rebuke, reproof, and exhort. നമ്മൾ ഇനി ആ വാക്യത്തെ നോക്കി കഴിഞ്ഞാൽ you can understand, you can divide that 3 words into 2 parts. The positive tone and the negative tone. What are the positive words used there? Exhort with all patience. That is a positive. Negative, rebuke and reproof. That is a negative. അങ്ങനെങ്കിൽ time, all the time. Tone, both positive and negative. Reproof, rebuke, and exhort. Paul is not only giving the time, and he is giving the tone of authority too, right? Paul time മാത്രമല്ല നൽകിയേക്കുന്ന ആ tone of authority അവിടെ എന്ത് ചെയ്തേക്കാണ്. I will explain later under some sub-points. നിങ്ങൾ എന്നെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം, എൻ്റെ ഒരു ഇഷ്ടമുള്ള ഏരിയ, one of my favorite area of Christianity is studying the history of Christianity. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി പുസ്തകം വായിക്കാറുണ്ട്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഞാൻ ഈ സോളാ സ്ക്രിപ്റ്റുറ എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ കാര്യം I read patristic theology. ഞാൻ അങ്ങനെ വായിച്ചു. കർത്താവിന്റെ കാരണം കൊണ്ട് എനിക്ക് മനസ്സിലായി only 66 book is inspired, nothing else. There is not a single oral tradition transferred from the mouth of apostle. Nothing. That is fake fiction story made by Roman Catholicism. Nothing. അത്രയെങ്കിലും മനസ്സിലാക്കണം. നമ്മളോട് ആരെങ്കിലും പറയുക ഞങ്ങൾക്ക് ഓറൽ ട്രഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just ask them, can you say one oral tradition with proof? They cannot say. ഒരു സിംഗിൾ സെന്റൻസ് പോലും കൈമാറി വന്നിട്ടില്ല. അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞോ അതെല്ലാം നമുക്ക് എഴുതി നൽകപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണ് ഇത് സഫിഷ്യന്റ് ആണ്. സോളാ സ്ക്രിപ്റ്റൂറ എന്ന്, സോളാ സ്ക്രിപ്റ്റൂറ എന്ന വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സ്ക്രിപ്ചർ അലോൺ, സ്ക്രിപ്ചർ മാത്രം. ആ റിഫോമേഴ്സ് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? നത്തിങ് എൽസ്. സ്ക്രിപ്ചർ അലോൺ ഈസ് ബ്രീത്ത് ഔട്ട് ബൈ ഗോഡ്. അതാണ് അതിന്റെ നമ്മുടെ മനസ്സിൽ. അത് എന്താ പറയാ, ഈ 66 പുസ്തകം അല്ലാതെ നോ അപ്പോക്രിഫ. നിങ്ങൾ അപ്പോക്രിഫയെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ നോക്കിയാൽ മതി. അപ്പോക്രിഫ ഒന്നുമില്ല. only 66 books. only 66 books. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഗോഡ് ബ്രീത്ത് ഔട്ട് ഇൻസ്പയർഡ് തെയോപിനോസ്റ്റോസ് അല്ലെങ്കിൽ തെയോനിസ്റ്റോസ് എന്നൊക്കെയാണ് അതിനെ ഗ്രീക്കിൽ പറയുന്നത്. നോക്കൂ, preach the word, preach the word, preach the word. Do you know once Martin Luther said, Martin Luther, the highest form of worshiping God is preaching the word. Have you ever heard that quotation? The highest form of worshiping God is preaching from the scripture. That is what he meant.
ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, വാട്ട് ഈസ് അവർ ഡെഫിനിഷൻ ഓഫ് വർഷിപ്പ്? ഹലോ, ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 15-20 പേജ് നോട്ട് ഉണ്ടാക്കി വെച്ചേക്ക് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി. ഇപ്പൊ 1ാമത്തെ പേജ് പോലുമായിട്ട്. വാട്ട് ഈസ് അവർ ഡെഫിനിഷൻ ഓഫ് വർഷിപ്പ്? Singing songs, clapping hands, making sound? I don't know. നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യം പറയാനുണ്ട്. I am not against singing biblical songs. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു സോങ്ങിനകത്ത് എന്തിനാണ് ഒരേ കാര്യം 10 പ്രാവശ്യം പറയുന്നത്? I have problem with that. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. See, this same commandment, what we read in 2 Timothy chapter 4 verse 2, the same commandment Paul gave to Titus. Turn one page and see Titus chapter 2 verse 15, exact same words. 2:15. These things speak and exhort and reprove with all authority. Let no one disregard you. ഇത് നീ പൂർണ്ണ ഗൗരവത്തോടെ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. സെയിം വേർഡ്സ്. നമ്മൾ ആ വാക്യത്തെ നോക്കിയാൽ, when we look at that verse, we can divide that verse into 3 parts. ഇതിനകത്ത് ശുശ്രൂഷകന്മാരും ഉണ്ടല്ലോ. Hopefully that will be a benefit for you. You can divide that particular verse into 3 parts. These things, what is that? These things there, talking about the sound doctrine which he explained the first chapter. These things, that is the content of the sermon. Content. You preach, speak these things. Anganengil content is sound doctrine. Second one, the method is preaching. First one is content. The method is preaching. Third, ningal kando, let no one disregard you. Meaning, the extent. First one, first one, the content. Second one, the method. And third one, the extent. Extent എന്ന് പറഞ്ഞാൽ, there is no one outside the responsibility of obedience, including Titus. Never allow anyone to disregard you. What do you have to do? Obey the scripture. Believers, what do you have to do? Obey the scripture. That is the extent. No one is out of responsibility. You and me, we all are under the authority of the Bible. Obey what Bible says. That is the extent. ഇവിടെ ഒരാൾ നിന്ന് പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാം അനുസരിക്കേണ്ടവരാണ്. Did you see? Hopefully you got that 3 points. Okay. ഇവിടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തിമോത്തിയോസിനോട് പറയുകയാണ്, preach the word. ടൈറ്റസിനോട് പറയുകയാണ്, preach the word. The preaching is not an option. It is not giving it is not giving suggestions, but proclaiming the word of God with authority. That is why I started with this statement. Preaching the word is not a cultural mandate. It is the command of heaven. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വെരി സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഹാർട്ട് പെനിട്രേറ്റിംഗ് ആയിട്ട് നമ്മുടെ അകത്ത് കയറണം. നിങ്ങൾ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ആളോട് ഞാൻ ആദ്യം പറഞ്ഞത് ഐ വിൽ ടേക്ക് അനദർ സബ്ജക്ട് എന്നാണ്. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് നമ്മുടെ കോൺഫറൻസുകളുടെ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്ന് ഞാൻ ഇത് പ്രസംഗിക്കാൻ നിർബന്ധിതനായതാണ്. അതുപോലെ എനിക്ക് വളരെ പ്രയാസമുണ്ടായി. ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ സഭകൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം ഇന്ന് പേര് പറഞ്ഞാൽ അറിയുന്ന ഒരു
നമ്മൾ ഒരു സോ കോൾഡ് വർഷിപ്പ് ലീഡർ എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കേൾക്കണോ? I don't really care about what Bible says. I do care about what I have experienced. Did you understand the danger of that statement? എന്റെ ഹൃദയം തകർന്നുപോയി. ഇവരാണ് മുന്നിൽ വന്ന് പാട്ട് പാടുന്നത്. എനിക്ക് ദൈവമക്കളെ ഓർക്കുമ്പോൾ വളരെ വിഷമമാണ്. വളരെ പിന്നെ തിരുവഴുത്തിൽ വായിക്കുന്നില്ല, ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ, ദാറ്റ് സെയിം ആറ്റിറ്റ്യൂഡ് ഐ ഹാവ്. കാരണം ദൈവമക്കൾക്ക് വചനം അറിയാൻ മേലാതെ പോയത് കൊണ്ടാണല്ലോ ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ഇടയിൽ വിറ്റുപോകുന്നു എന്നുള്ളതാണ്. എനിക്ക് ജനത്തെ ഓർക്കും വലിയ വലിയ ഭാരമാണ്. ഞാൻ ഒരിക്കൽ ഈ ജനം ഇങ്ങനെ കൈയൊക്കെ അടിക്കുമ്പോൾ എനിക്ക് അവരോടങ്ങ് ഒരു ചില ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് അവരോട് സഹതാപം, നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാണ്. കാര്യം ദേ ആർ ചീറ്റഡ് ബൈ സമ്മൺ എൽസ്. അവർക്കറിയില്ല നമ്മുടെ ലോക്കൽ ചർച്ചിൽ ഇതാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യതയെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല. അവിടെയാണ് നമ്മളെല്ലാം പരാജയപ്പെട്ടു. Preaching is not a suggestion, it is a command of heaven. Preachers are not giving suggestions or options, giving command from the Bible. Preach the word, very straightforward command. Only preaching nothing but the word. Preach everything in the word. That is what Paul said to the elders at Ephesus. I preached the whole counsel of the Lord. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വെരി സീരിയസ്. ഓക്കെ, നമുക്ക് റീസൺസിലേക്ക് കിടക്കാം. ഐ ഹോപ്പ് എനിക്ക് ഇച്ചിരൂടെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, റെസ്റ്റ് നിങ്ങൾക്ക് തരാം. അല്ല, നിങ്ങൾക്ക് എന്തിനാ റെസ്റ്റ്? ഞാൻ മാത്രമല്ലേ പറയുന്നത്, നിങ്ങൾ ചുമ്മാ ഇരിക്കല്ലേ. ഓക്കെ, ഇന്ന് ആ ഉപദേശി പ്രസംഗിക്കുക, അന്ന് ഒരു പ്രൈസിലോട് പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് അറിയാൻ പാടില്ല. ഞാനും നിങ്ങളുടെ ഈ സാമ്പ്രദറും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ലിസൺ മീ പ്ലീസ്. ഓക്കെ, നമുക്ക് preach the word എന്നുള്ളത്, when we look at the surroundings of that verse, that particular commandment, when we look at the surroundings of that particular commandment, we can understand that certain reasons Paul already laid down before he mentioned that commandment. അതാണ് നമ്മുടെ ടോപ്പിക്. അതായത് ഈ preach the word, this command is surrounded by certain reasons. ചുമ്മാ വന്നിട്ട് പറയുകയായിരുന്നില്ല. ഇപ്പം നമ്മുടെ പല ആൾക്കാരും പറയുന്ന പോലെ God told me, അങ്ങനെയൊന്നും പറയായിരുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ല ഒരു പ്രസംഗത്തിനകത്ത് God told me. ഒരു ബൈബിൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു ദിവാസം പറഞ്ഞു, God told me is not substitute for what it is in the scripture. നോട്ട് ചെയ്ത് വെക്കണം അതൊക്കെ. God told me is not the substitute of what is in the scripture. Is not the substitute. നോക്കൂ, വചനം പ്രസംഗിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് റീസൺ പോൾ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ. Why we have to preach the word. ആ റീസൺ എന്നാണെന്ന്, that is very critical, very critical. നമുക്ക് ആ റീസൺസ് ഒന്ന് നോക്കാം. I want to share 5 reasons and 10 results with you. 5 reasons and 10 results with you. I don't know how much I can finish. ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പോകാൻ കാര്യം, ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകണം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ്, സ്റ്റഡി ദ ബൈബിൾ, ഒബേ ദ ബൈബിൾ, സ്പെൻഡ് അവേഴ്സ്. ശുശ്രൂഷകന്മാരാണെങ്കിൽ സ്പെൻഡ് അവേഴ്സ് വിത്ത് ദ ബൈബിൾ.
ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള രക്ഷയിലേക്ക് വന്നതിന് ശേഷം വേറെ ഒരു പുസ്തകങ്ങളും ഞാൻ വായിക്കാറില്ല. അത് വായിക്കുന്ന കുഴപ്പമുള്ളത് കൊണ്ടല്ല, എനിക്ക് ടൈം കിട്ടാറില്ല. ഞാൻ ബൈബിളും അതിനോടനുബന്ധിച്ച പുസ്തകങ്ങളും മാത്രമേ വായിക്കാറുള്ളൂ. കാരണം എൻ്റെ ഏരിയ അതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ സ്പെൻഡ് ടൈം വിത്ത് ദ ബൈബിൾ, റീഡ് ദ ബൈബിൾ. ഇഷ്ടംപോലെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. യൂസ് ദ റിസോഴ്സസ് ടു സ്റ്റഡി ദ ബൈബിൾ. അറ്റ്ലീസ്റ്റ് സ്റ്റഡി ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹൗ ടു ഇന്റർപ്രറ്റ് ദ സ്ക്രിപ്ചർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ട് 100 വർഷം ആയതല്ല. അത് ആദ്യം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ടഡ് 2000 years ago, റൈറ്റ്? അങ്ങനെങ്കിൽ എല്ലാ വാക്യവും പ്രസംഗിക്കുന്നതിന് 2000 yearsന്റെ ട്രഡീഷൻ ഉണ്ട്. അങ്ങനെങ്കിൽ 2ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ ആ വാക്യം വ്യാഖ്യാനിച്ചതെന്ന് അറിയാനായിട്ട് വി ഹാവ് ഇനഫ് റിസോഴ്സസ് ആർ അവൈലബിൾ ടുഡേ. യു ഹാവ് ടു ഗോ ആൻഡ് സെർച്ച് ആൻഡ് സ്റ്റഡി ഹൗ ദേ ഇന്റർപ്രറ്റഡ്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ പല വ്യാഖ്യാനം കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനോണിമസ് ടു ദ പാട്രിസ്റ്റിക് റൈറ്റേഴ്സ്. അവർക്ക് അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് പോലുമില്ല അവരാരും. നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് റീസൺ? വാട്ട് ഈസ് ദ ഫസ്റ്റ് റീസൺ? When we read verses, chapter 3, verses 1 through 9, chapter 3, verses 1 through 9, we can understand the first reason from there. First reason. ആ വാക്യം നിങ്ങളൊന്ന് ഓടിച്ചു നോക്കാമോ? ഞാനൊന്ന് ഓടിച്ച് ആ വാക്യങ്ങളൊന്ന് വായിച്ചു വിടാം. 3-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുമ്പോഴാണ് നമുക്ക് ആ റീസൺസ് മനസ്സിലാകുന്നത്. 3-ന്റെ 1 മുതൽ 9 വരെ. ആദ്യത്തെ റീസൺ അവിടെ ഉണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയാം. എന്നിട്ട് ഒരു 19 characteristics of certain people is mentioned there. 19 characteristics. എന്നിട്ട് 5-ാമത്തെ വാക്യം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ avoid such men as these. That is a command to Timothy. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്നിട്ട് വീടുകളിൽ അവരുടെ how they are operating their doctrine. അവർ വീടുകളിൽ നൂണ് കടക്കുന്നു. പാവങ്ങളായ സ്ത്രീകളെ എത്ര പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്തവരെ അവരുടെ ഡോക്ടറിന് പിന്നാലെ വലിച്ചു കളയുന്നു. വേഴ്സ് 8, Jannes and Jambres opposed Moses, so these men also opposed the truth. Men of depraved mind rejected in regard to the faith. Verse 9, but they will not make further progress, for their folly will be obvious to all, just as Jannes and Jambres folly was also. നിങ്ങൾ വാക്യം കണ്ടോ? എന്താണ് അവിടെ എഴുതിയേക്കുന്നത്? ഒരു ഗ്രൂപ്പ് വരുന്നു. ആ ഗ്രൂപ്പിന്റെ 19 ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നു. ഹൗ ദേ വിൽ ഓപ്പറേറ്റ് ദോസ് തിങ്സ് ഇൻ ദ ചർച്ച് എന്നത് പറയുന്നു. എന്നിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ആ എക്സാമ്പിൾ എടുത്തിട്ട് അവർക്ക് വന്നതുപോലെ ഇവർക്കും വരുമെന്ന് പറയും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫസ്റ്റ് 9 verses. അങ്ങനെയെങ്കിൽ 1-ാമത്തെ പോയിന്റ്, ഹിയർ ഈസ് ദ റീസൺ നമ്പർ 1 why we preach the word. Reason number 1, because of the danger of the season. Because of the danger of the season. That is the first reason. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കേണ്ടത്? കാരണം ഈ കാലഘട്ടത്തിന്റെ അപകടം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന ആ വാക്യം മനുഷ്യ സ്വസ്നേഹികളും, that is talking about the character of heretic teachers. Character of heretic teachers. അവര് നമ്മളെ 2 Peterലും ജൂഡിലും വായിക്കുമ്പോൾ they crept into the church എന്നാ വായിക്കും. They crept into the church. In another word, അവര് ഇതിലേക്ക് നുഴഞ്ഞു വന്നു. ഈ നുഴഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേറ്റർ. വാട്ട് ഈസ് ദ മീനിങ്?
അവര് നുഴഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ആ വന്ന ആളുകളെ കാണാൻ പാടില്ലായിരുന്നു എന്നല്ല. They hide their doctrine when they came inside the church. That is the meaning. അവരിതിനകത്ത് വന്നപ്പോൾ അവരുടെ ഡോക്ട്രിനെ അവർ ഹൈഡ് ചെയ്ത് വെച്ചു. അവർക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു, ആർക്കും കാണാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് നുഴഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇവിടെ because of the danger of the season we have to preach the word. നോക്കൂ, തിമോത്തിയോസിനോട് പോൾ പറയാണ്, റിയലൈസ് ദിസ്. നോക്കൂ, അവിടെ ആരംഭിക്കുന്ന ദിസ് ഈസ് ഫോർ തിമോത്തി ഇൻ ദ വെരി ഫസ്റ്റ് സെഞ്ചുറി ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ദ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലാസ്റ്റ് ഡേയ്സ് തുടങ്ങി. ദ ലാസ്റ്റ് ഡേയ്സ് ബിഗാൻ വെൻ ക്രൈസ്റ്റ് കെയിം. The last days began when Christ came. The last days had already begun. Christ had come and inaugurated the last days. The messianic era has already begun. That is why John write, my children, it is the last time. അങ്ങനല്ലേ വായിക്കുന്നത്? അങ്ങനെങ്കിൽ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് തുടങ്ങിയ ഒരു കാര്യമല്ല. It started 2000 years ago. We are 2000 years deeper into the last days. We are 2000 years deeper into the last days. അത്രയും പാരമ്പര്യമുണ്ട് ഇതെല്ലാം പഠിക്കാനായിട്ട്. നമുക്ക് മനസ്സിലാവുന്നു? 2000 വർഷം. ഞാനൊരു ചർച്ച് ഹിസ്റ്ററി സർവേ ചെയ്ത് നോക്കി, ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്തു വന്ന ആളുകളുടെ. അതൊന്നും എന്ന് പറയാനായിട്ട് സമയമില്ല. ആദ്യത്തെ 4 നൂറ്റാണ്ടിൽ 200 എറേഴ്സ് ഇതിനകത്ത് വന്നതാണ്. 200 എറേഴ്സ്. എവറി ഡേ ഇറ്റ് ഈസ് അക്യൂമുലേറ്റിംഗ്. ഇതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതിന്റെ ആ പ്രയോഗം കണ്ടോ? ബട്ട് റിയലൈസ് ദിസ്, ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഡിഫറെന്റ് ടൈംസ് വിൽ കം. അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടൈംസ് വിൽ കം. ദുർഘട സമയം മീനിങ് സാവേജ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സാവേജ് നേച്ചർ. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, ആ വാക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചേക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഈ ലെഗ്യോൻ, അത്രയും ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനെ പറ്റി പറയുന്നില്ലേ, അവിടെയാണ് ഈ പെരിലസ് ടൈം, സാവേജ് ടൈം എന്നൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെങ്കിൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അത്രയ്ക്ക് കഠിനമാണ് ഹെററ്റിക്കൽ ടീച്ചേഴ്സ് എന്നാണ് അവിടുത്തെ അർത്ഥം. 7000 ഭൂതം, ലീജിയൻസ് ഓഫ് ആ നമ്പര്, അത്രയും ഭൂതം ബാധിച്ചവൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഹെററ്റിക്കൽ ടീച്ചേഴ്സിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദം. സെയിം വേർഡ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ആ 19 ക്യാരക്ടേഴ്സ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്. നിങ്ങൾ അവരെ നോക്കിയാൽ മതി. അവര് ദ്രവ്യാഗ്രഹികളായിരിക്കും, വമ്പ് പറയുന്നവരായിരിക്കും, ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കും. ബട്ട് ദേ ഹാവ് നോ ഇന്റേണൽ പവർ ഓഫ് ഗോഡ്ലിനെസ്. അതവർക്ക് കാണത്തില്ല. they do not have that internal power of the godliness. അവർക്ക് എല്ലാ പെർഫോമൻസും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്, preach the word because of the danger of the error, danger of the season. ആ സീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പിക്സ്. ഈ കാലഘട്ടത്തിൽ ഇതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നോടുള്ള ദൈവത്തിന്റെ കൽപ്പന എന്നാന്നറിയാമോ? preach the word because of the danger of the season. ആരിതിന്റെ പുറത്ത് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും say no, it is sufficient for our godliness and eternal life. നമ്മൾ ബോൾഡായിട്ട് ആ കാര്യം പറയാനായിട്ട് തയ്യാറാണ്. വെരി ബോൾഡായിട്ട്. നോക്കൂ, എനിക്ക് അതൊന്നും വിവരിക്കാനായിട്ട് സമയമില്ല. എനിക്ക് വേറെ അധികം കാര്യം പറയാനായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യത്തെ ആ 3 വാക്യത്തിന്റെ ഒരു ഔട്ട്ലൈൻ, ഐ വിൽ ഗീവ് യു ആൻ ഔട്ട്ലൈൻ ഓഫ് ഫസ്റ്റ് 9 verses ഓഫ് ചാപ്റ്റർ 3. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് അതിന്റെ മേളിൽ എഴുതുക, ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. ഫസ്റ്റ് 5 verses is talking about their character. First 5 verses is talking about their character. Verse 6 is talking about their fraud ministry. Verses 7 and 8 is talking about their danger. നിങ്ങളോട് വായിച്ചു നോക്കിയാൽ മതി. Men of depraved mind rejected in regard to the faith. The danger.
they are perverted, unfit, men of corrupt, they are counterfeit liars. അതാണ് അതിന്റെ അർത്ഥം. Verse 9, they are not real. അവർ ഒത്തിരി കാലം നിൽക്കുകയല്ല. They are not real. It will not last. That is the first 9 verse. ഹെററ്റിക്കൽ ടീച്ചേഴ്സിനെ പറ്റി പോൾ പറഞ്ഞിട്ട് നമ്മോട് പറയുകയാണ് എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? Because of the danger of the season. പ്രിയപ്പെട്ടവരെ, ആര് പറഞ്ഞാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ബൈബിൾ പ്രസംഗത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്നാന്നറിയാമോ? We have no right to put our thoughts into the Bible. Never do that. Never do that. Just explain the scripture. ഒരു ഫെയ്ത്ത്ഫുൾ പാസ്റ്റർ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ ഇങ്ങനെ: we are waiters. We are waiters. We are not cook. Just give without mess up. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ കുക്കല്ല, നമ്മൾ വെയിറ്റേഴ്സ് ആണ്. ജസ്റ്റ് ഗീവ് വിത്തൗട്ട് മെസ്സപ്പ്. ജനത്തിന് ഇത് മെസ്സപ്പ് ആക്കാതെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതിനകത്തൊന്നും ആഡ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദം. ഒരു കാര്യം സാധാരണ ആൾക്കാർ പറയാറുണ്ട്, അമേരിക്കനൈസ്ഡ് ചർച്ച്, ഇന്ത്യനൈസ്ഡ് ചർച്ച്, ആഫ്രിക്കനൈസ്ഡ് ചർച്ച്. ഐ ഡു നോട്ട് നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. എനിക്ക് ഒറ്റ ചർച്ച അറിയത്തുള്ളൂ, ബിബ്ലിക്കൽ ചർച്ച്. അത് എവിടെ ചെന്നാലും ഒരു വ്യത്യാസവും സന്ദേശത്തിന് ഉണ്ടാകുകയില്ല. കർത്താവിനെ കവർണ്ണഭൂമിയിൽ നിന്ന് ഓടിച്ച് അന്ന് ബേത്ലഹേമിൽ ചെന്നപ്പോ സബ്ജക്റ്റ് മാറ്റാമെന്ന് ചോദിച്ചു തീരുമാനിച്ചു. നോ, ഒരു വ്യത്യാസവും ഇല്ല. എവിടെ ചെന്നാലും ഒറ്റ കാര്യമുള്ളൂ. അതുകൊണ്ട് അമേരിക്കനൈസ്ഡ് ഇന്ത്യനൈസ്ഡ് ഒന്നുമില്ല ബിബ്ലിക്കൽ ചർച്ച്. സി, ദിസ് ഈസ് എ റീസൺ. ഈ സ്ത്രീകളെ കളിപ്പിക്കുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് അവിടെ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞേക്കുന്നത് ടോക്കിംഗ് അബൌട്ട് ഇമ്മെച്യൂർ ബിലീവേഴ്സ്. അതിനകത്ത് ആണും പെണ്ണും എല്ലാം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം, എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത്ര ഇപ്പൊ തൽക്കാലം മതി, എനിക്ക് സമയമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തീരത്തില്ല. ഐ ഹോപ്പ് യു ഗോട്ട് ദ ഫസ്റ്റ് പോയിന്റ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ദാറ്റ് ഇസ് ദ ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ സീസൺ. നമ്മുടെ ഇടയിൽ ഈ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവര് പറയുന്നൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. അവർ ആത്മാവാന്നും പറഞ്ഞ് പറയുന്നതൊക്കെ വ്യാജമാണ്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിൽ കിട്ടുന്നതൊക്കെയാണ് ഈ പറയുന്നത്. No, never do that. Preach the word. Preach the word. That is a command. That is the first reason. ഈവിനെ പിശാച് പറ്റിച്ച പോലെ നമ്മളെ പറ്റിക്കാൻ അനുവദിക്കരുത്, പ്ലീസ്. Second reason, verses 10 to 14. Verses 10 to 14. ഞാൻ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നീയോ, see, did you see the transition? But you എങ്ങനെ ആയിരിക്കണം? ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോനിയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവങ്ങളും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശു ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാവും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന്. അങ്ങനെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡ് പോയിന്റ്? why we have to preach the word? Because of the devotion of the saints. Because of the devotion of the saints. കാരണം എന്നാ, ഒരു 2000 വർഷത്തെ ട്രഡീഷൻ നമുക്കുണ്ട് ദൈവവചനം പ്രസംഗിക്കപ്പെട്ടതിന്റെ. തിമത്തിക്ക് അത്രയില്ല. തിമത്തിക്ക് ആകെ അറിയാവുന്ന പോളിനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, നീയോ എന്റെ ഉപദേശം നടപ്പ്. കണ്ടോ, നമുക്ക് അങ്ങനല്ല. ഫെയ്ത്ത്ഫുൾ പ്രീച്ചേഴ്സിന്റെ ഒരു ലോങ് ലിസ്റ്റ് തന്നെയുണ്ട്. ലോങ് ലിസ്റ്റ് തന്നെയുണ്ട്. നിങ്ങൾക്കറിയാമോ, ജോൺ നോക്സ് ആദ്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് ഭയങ്കര ശബ്ദത്തിൽ കരഞ്ഞെന്നാണ് പറയുന്നത്. വളരെ ശബ്ദത്തിൽ കരഞ്ഞു. ചോദിച്ചപ്പോൾ പറയാ, ഇത്രയും ശ്രേഷ്ഠകരമായ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കുന്നോ? അത്രയ്ക്ക് സീരിയസ് ആണ്. നോക്കൂ, എന്താ ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ്, ഫോളോ ഇൻ ദ ലൈൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഹൂ വെന്റ് ബിഫോർ യു. ദാറ്റ് ഇസ് ദ മീനിങ്. ഒരു ലോങ് ലൈൻ നമുക്കുണ്ട്. അതിന് മുമ്പ് ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ഇവിടെ 2 കാര്യമുണ്ട്. നിങ്ങൾ കണ്ടോ, യു ഫോളോഡ് മൈ ടീച്ചിങ്
and conduct. Teaching and conduct. Meaning എന്താ? What is the meaning? You followed my teaching and my teaching and conduct. Meaning, teach what I taught, act like I acted. That is the meaning. Teach what I taught and act like what I acted before you. ആ ഒരു ഡുവൽ പെർസ്പെക്റ്റീവ് കണ്ടോ? ഡുവൽ പെർസ്പെക്റ്റീവ്. You teach and you live what you teach. That's the meaning. നീ പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിക്കണം. Teaching and conduct, two things that are critical. ഇന്ന് നമുക്കത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പോൾ പറയുന്ന വാക്ക് കണ്ടോ? എൻ്റെ ഉപദേശം നടപ്പ്. എൻ്റെ ഉപദേശം നടപ്പ്. എനിക്കതെല്ലാം വിവരിച്ച് പറയാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ അവിടുത്തെ ആ പ്രയോഗം കണ്ടോ? ഇക്കോന്യ, ലുസ്ര, അന്ത്യോക്യയിൽ വെച്ച് എനിക്ക് ഭവിച്ചതല്ല. അതിന്റെ അർത്ഥം എന്നാ? ലുസ്ര തിമോത്തിയുടെ ഹോം ടൗൺ ആണ്. ഹോം ടൗൺ. ആക്സ് 13:14 ഇക്കോന്യയിലും അന്ത്യോക്യയിലും ലുസ്രയിലും പോൾ ചെന്നപ്പോൾ തിമോത്തി knows what happened there from the beginning. അതുകൊണ്ടാണ് എനിക്ക് ഭവിച്ചതെല്ലാം അറിയാം. എന്നിട്ടാണ് പറഞ്ഞേക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. സോ ഫോളോ മൈ പാറ്റേൺ. അങ്ങനെങ്കിൽ എന്റെ കേൾവിക്കാരോട് ഞാൻ ഇങ്ങനെ പറയാം, why we have to preach the word? We have a long line of faithful preachers who went before you. ഞാൻ ഈ സന്ദേശത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം കുറച്ച് ആളുകളുടെ പേര് നോട്ട് ചെയ്തായിരുന്നു. ജോൺ നോസ്, ഹസ്, മാർട്ടിൻ ലൂതർ, ചാൾസ് ഫിന്നി, ജോൺ വെസ്ലി. ഒരു ഭക്തനായ ദേവദാസൻ പറഞ്ഞത്, എന്റെ അധികം കൂട്ടുകാരും മരിച്ചു പോയവരാണെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്നാ? They were faithful preachers of the Bible. They were the faithful preachers of the Bible. എനിക്ക് അതെല്ലാം ഒന്ന് വിവരിച്ചു തരാനായിട്ട് സമയമില്ല. നിങ്ങൾക്ക് 2 റീസൺ കിട്ടിയോ? ഫസ്റ്റ് വൺ, എന്തുകൊണ്ടോ അതിനെ പ്രസംഗിക്കണം? ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദ എപ്പിക്സ്, ബിക്കോസ് ഓഫ് ദ ഡിവോഷൻ ഓഫ് ദ സെയിൻസ്. കാരണം എന്നാന്നറിയാമോ? വചനം പ്രസംഗിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നത്തെ ഈ നിയോ പെന്റക്കോസ്റ്റലിസം പ്രസംഗകരെ പോലെ കഴിഞ്ഞ 2000 വർഷമായിട്ട് ചർച്ച് ഹിസ്റ്ററിയിൽ ആരെയും ബൈബിൾ വ്യാഖ്യാനിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് ഒരു റെഫറൻസ് തരാമോ എവിടെയെങ്കിലും? അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരെല്ലാം കൾട്ടായിട്ട് ക്രിസ്തീയ സഭ അവരെ പ്രഖ്യാപിക്കുകയായിരുന്നു. കൾട്ടായിട്ട് പ്രഖ്യാപിച്ചതിന്റെ മാനദണ്ഡം എന്തായിരുന്നു? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്ക്രിപ്ചർ. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്ക്രിപ്ചർ. ഈ ഡൊസറ്റിസിസം 2-ാം നൂറ്റാണ്ടിൽ വളരെ എമേർജ് ചെയ്ത് വന്നപ്പം തെർത്തുല്യൻ അവരോട് പറഞ്ഞ ഒരു വാചകം എന്താണെന്നറിയാമോ? വാട്ട് യു ആർ ടീച്ചിങ് ഈസ് നോട്ട് ഇൻ ദ സ്ക്രിപ്ചർ. അത്ര ഉണ്ടായിരുന്നുള്ള ആൻസർ. അതായിരുന്നു അവരുടെ ഡിബേറ്റ്. അങ്ങനെങ്കിൽ ഇന്ന് ഒരുവൻ അത് പറയുമ്പം എനിക്ക് ഇപ്പൊ കിട്ടിയതാന്നൊക്കെ പറയുമ്പോ ഓർത്തോണം, ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്ക്രിപ്ചർ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദ വേർഡ്.